ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈല് എല്ലാവർക്കും ഇന്ന് ഇഷ്ടമാണ്. അതുകൊണ്ട് ആ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ റെസ്റ്റോറൻറ്റിലെ അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ റെസ്റ്റോറൻറ്റിൽ പോകാതെ തന്നെ നമുക്ക് ഇത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി. മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നത്? ആദ്യമായിട്ട് ഒരു 2 സ്പൂണ് എണ്ണ അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. 2-3 ഏലക്ക, ഇച്ചിരി ഗ്രാമ്പു, പട്ട, ഒരു ഉദ്ദേശം വെച്ചിട്ട് ഇച്ചിരി മല്ലി, അതൊന്ന് അതിനോടൊപ്പം തേങ്ങ നമുക്ക് ഏകദേശം 1 മുറിയിലും ഇച്ചിരി കൂടുതലായിട്ട് തേങ്ങ ഇടുകയാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ ഇച്ചിരി കൂടുതൽ മുട്ട എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ തേങ്ങ ഇടുകയാണ്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി അതിൽ തന്നെ നമുക്ക് ഇച്ചിരി പെരിഞ്ജീരകം, 1 ടീസ്പൂണ് പെരിഞ്ജീരകം, അല്പം കുരുമുളക്, ഉള്ളി, ഈ 5-6 പച്ചമുളക്, ഇതെല്ലാം കൂടി ഇച്ചിരി ഇത് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും അതിനോടൊപ്പം ഇട്ട് കൊടുത്ത് വറുക്കാം. ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്ര ആയാൽ മതി, കൂടുതൽ ആയ കറുത്ത് പോകും. അതുകൊണ്ട് നമുക്ക് ഇനി ഇതിനെ നമ്മൾ മിക്സിയിലോട്ട് മാറ്റുകയാണ്. ഇതിനെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിനകത്തോട്ട് മിൽമ പാലൊഴിച്ചാണ് നമ്മൾ അരയ്ക്കുന്നത്. അരയ്ക്കാം. ഇതിനകത്തോട്ട് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഉണക്കമുളക് 2-3 ഉണക്കമുളക് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി അതിനകത്തോട്ട് ഇടാം. കറിവേപ്പില, നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിൽ പച്ചമുളകും കുരുമുളകും ഒക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് അതിനകത്ത് ആവശ്യത്തിന് എരി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ശകലം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിടുകയാണ്. 1 ടീസ്പൂണും ഒരു ശകലവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് മസാലയുടെയും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടി ഈ തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം.
തക്കാളിയുടെ വെള്ളം നന്നായിട്ട് വരികയാണ്. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞാലാണ് അതിന് ഇത്തിരി കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇത് അടച്ച് വയ്ക്കുന്നു. ഇനി ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇതാ നമ്മൾ അരച്ച് എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്ത മിശ്രിതം ഇരിക്കുകയാണ്. ഇനി ഇതാ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്ന് എല്ലാം റെഡിയായിരിക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുട്ടക്കറി സെറ്റായിട്ടുണ്ട്. അങ്ങനെ മുട്ടക്കറി റെഡിയായിട്ടുണ്ട്. ചേരുവകളെല്ലാം ചേർക്കുമ്പോൾ നമ്മൾ എത്ര മുട്ട എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ ചേർക്കുമല്ലോ. എല്ലാവരും വീട്ടമ്മമാരാണല്ലോ. 5 മുട്ടയ്ക്ക് ഒരു 6 മുട്ടയ്ക്കൊക്കെ ആണെങ്കിൽ 1 മുറി തേങ്ങ മതിയാവും. അല്ല അതിൽ കൂടുതൽ ഞങ്ങൾ 10 മുട്ട ചെയ്തു. അതുകൊണ്ടാണ് 1.5 മുറി തേങ്ങ എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ മെമ്പേഴ്സ് കൂടുതലായതുകൊണ്ടാണ്. ഓക്കെ, എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈക്കും കമൻസും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി.